ഇൻ്റർവ്യൂവിനുള്ള ഫീഡ്ബാക്ക് എപ്പോൾ എടുക്കണം? കാൻഡിഡേറ്റ്സ് പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ദ ബെസ്റ്റ് ടൈം ടു ടേക്ക് ആൻ ഇൻ്റർവ്യൂ ഫീഡ്ബാക്ക് ഈസ് ആഫ്റ്റർ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ അവർക്കൊരു താങ്ക് യു ഇമെയിൽ അയയ്ക്കുക. അതിനുശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും നമുക്ക് റിസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫീഡ്ബാക്കായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ ഇതുവരെ റെസ്പോൺസ് ഒന്നും റിസീവ് ചെയ്തിട്ടില്ല, വുഡ് യു മൈൻഡ് ഷെയറിങ് എ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കണം. ഇനി അതല്ല, നിങ്ങൾ ഒരു കോൺവെർസേഷണൽ ഇൻ്റർവ്യൂ ആണ് നടത്തിയത് നിങ്ങളുടെ ഇൻ്റർവ്യൂവറുമായിട്ട്, അപ്പം അയാൾ അധികം തിരക്കിലല്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിനിടയിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ എങ്ങനെ ഈ ക്വസ്റ്റിനെ ഫ്രെയിം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻ്റർവ്യൂവിന് ഉള്ളിൽ ഫീഡ്ബാക്ക് എടുക്കുന്നവരത് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക് ഓൺ മൈ കാൻഡിഡസി എന്നുള്ള രീതിയിൽ ചോദ്യം വരാൻ പാടില്ല. അവിടെ നമ്മളൊരു വാലിഡേഷനാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ കറക്റ്റായിട്ടുള്ള ആളാണോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ആ ചോദ്യം ഫ്രെയിം ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ഫ്രെയിമിങ് ആവശ്യമുണ്ട്. അതായത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ റൈറ്റ് കാൻഡിഡേറ്റ് ആണ്, പക്ഷേ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ബെറ്റർ ഫിറ്റായിട്ട് വരണം, എന്തൊക്കെ സ്കിൽസിൽ ഞാൻ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ആ ചോദ്യത്തെ റീഫ്രെയിം ചെയ്ത് ചോദിക്കാവുന്നതാണ്.